ാനുള്ള നീക്കമായിട്ടാണ് തുടങ്ങിയതെങ്കിൽ ഇപ്പോൾ വ്യാജ വോട്ടർമാരെ തിരികെ കയറ്റാനുള്ള പ്രവർത്തനങ്ങൾക്ക് ഇലക്ഷൻ കമ്മീഷൻ തന്നെ കൂട്ടുനിൽക്കുന്നു എന്ന് വസ്തുതകൾ പരിശോധിക്കുമ്പോൾ സംശയം ഉയർന്നു വരികയാണ്. 6 നമ്പർ ഫോറത്തിൽ പുതിയ വോട്ടർമാരുടെ പേര് ചേർക്കാനും 6A ഫോറത്തിൽ പ്രവാസികളായ വോട്ടർമാരുടെ പേര് ചേർക്കാനും 8 നമ്പർ ഫോറത്തിൽ ഒരു പ്രദേശത്തെ വോട്ടർക്ക് മറ്റൊരു പ്രദേശത്തേക്ക് വോട്ട് ഷിഫ്റ്റ് ചെയ്യാനുമുള്ള അപേക്ഷകളെന്ന നിലയിലാണ് പരിഗണിക്കുന്നത്. ഇങ്ങനെയുള്ള ഫോമുകൾ ഇതിനകം ലഭിച്ചത് 40,62,182 അറിയപ്പെടുന്നത്. അതിൽ 26,01,201 പട്ടികയിൽ ഉൾപ്പെടുത്തിയതായും ഇലക്ഷൻ കമ്മീഷൻ്റെ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാവുന്നു. ഇനി 14 ലക്ഷത്തോളമാണ് അവശേഷിക്കുന്നത്. ഇതിൽ ആശ്ചര്യകരമെന്ന് പറയട്ടെ, മറ്റു ജില്ലകളിൽ 1.5 ലക്ഷത്തിൽ താഴെയാവുമ്പോൾ കണ്ണൂർ, മലപ്പുറം, കോഴിക്കോട്, പാലക്കാട്, തൃശ്ശൂർ, കൊല്ലം, എറണാകുളം, തിരുവനന്തപുരം തുടങ്ങിയ ജില്ലകളിൽ 2,67,000 മുതൽ 5,81,000 വരെയുള്ളതാണ് വോട്ടർ പട്ടികയിൽ പേരുൾപ്പെടുത്താനുള്ള അപേക്ഷകളായി ഇതിനകം എത്തിയിട്ടുള്ളത്. അത് അസാധാരണമായ ഒരു നമ്പറാണ്. കേരളത്തിൽ പുതുതായി വോട്ടർ പട്ടികയിൽ പേരുൾപ്പെടുത്താൻ വേണ്ടി നിയമാനുസൃതം അപേക്ഷ കൊടുക്കാവുന്നത് 2026 ജനുവരി 1-ന് 18 വയസ്സ് പൂർത്തിയാകുന്ന ആളുകൾക്കാണ്. 1/1/2025-ന് 18 വയസ്സ് പൂർത്തിയാകുന്നവരുടെ പേര് നേരത്തെ തന്നെ പട്ടികയിൽ ഉൾപ്പെടുത്തപ്പെട്ടതാണ്. അത് നോൺ മാപ്പിങ്ങിൽ പെടുന്നവർ വല്ലവരും ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാത്തതുകൊണ്ട് പട്ടികയിൽ നിന്ന് ഉൾപ്പെടുത്താതിരിക്കുകയുള്ളൂ. നോൺ മാപ്പിംഗ് ആയാലും 19,32,000 അത് പട്ടികയിൽ ഉള്ളവരാണ്. ശരാശരി ഒരു വർഷം അഥവാ 18 വയസ്സ് 2026 ജനുവരിയിൽ പൂർത്തിയാകുന്നവരുടെ എണ്ണം കേരളത്തിലെ ബർത്ത് രജിസ്റ്റർ പരിശോധിച്ചാൽ ഒരു 1.5 ലക്ഷമാണ് വരിക. എന്ന് പറഞ്ഞാൽ 2026 ജനുവരി 1-ന് 18 വയസ്സ് പൂർത്തിയാകുന്നവർ എന്ന് പറഞ്ഞാൽ 2008 ജനുവരി 1-നോ അതിനു മുമ്പോ ജനിക്കണം. അതിനു മുമ്പുള്ളവരിൽ 2006 ജനിച്ചവർ സ്വാഭാവികമായും 2006 തെരഞ്ഞെടുപ്പ് നടന്നതുകൊണ്ട് തന്നെ മഹാഭൂരിപക്ഷവും വോട്ടർ പട്ടികയിൽ പേര് വന്നിട്ടുണ്ടാവും. കാരണം വോട്ടർ പട്ടികയിൽ പേര് വന്നാൽ മാത്രമാണ് അക്കാലത്ത് വോട്ട് ചെയ്യാൻ കഴിയുന്നത് എന്നതുകൊണ്ട് 2006-ലും 18 വയസ്സ് പൂർത്തിയാകുന്നവരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരമുണ്ടായതുകൊണ്ട് അവർ ചേർത്തിട്ടുണ്ടാവും. ചിലപ്പോൾ മെയ് മാസത്തിന് ശേഷം ജനിച്ചവരായിരിക്കും അവശേഷിക്കുന്നത്. അപ്പോൾ 2007, 2008 വർഷങ്ങളിൽ ജനിച്ചവരുടെ കണക്കെടുത്ത് നോക്കിയാൽ ശരാശരി ഒരു വർഷം 1.5 ലക്ഷമാണ്.
അപ്പോൾ 2 വർഷത്തതും കണക്കിലെടുത്താൽ 3 ലക്ഷം എന്ന് കണക്കാക്കാം. പക്ഷെ വന്നത് 40 ലക്ഷമാണ്. അതെങ്ങനെ വന്നു? ഷിഫ്റ്റ് ചെയ്യുന്നതായാലും കേരളത്തിൽ നിന്ന് ഒരു മണ്ഡലത്തിൽ നിന്ന് മറ്റൊരു മണ്ഡലത്തിൽ അങ്ങനെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഷിഫ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഏത് മണ്ഡലത്തിലാണോ വോട്ട് അത് ഒഴിവാവുകയും ചെയ്യും. അപ്പോൾ അത് എണ്ണം കൂടുന്നതിന് ഇടയാക്കുന്നതല്ല. എന്നാൽ 2 മണ്ഡലത്തിലും വോട്ട് ലഭ്യമാക്കാൻ വേണ്ടി തൃശ്ശൂരിൽ മുമ്പ് സുരേഷ് ഗോപി മത്സരിക്കുമ്പോൾ BJPക്കാർ ചെയ്തതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്കാർ തൃശ്ശൂരിൽ വോട്ട് ചെയ്തു. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ BJPക്കാർ തിരുവനന്തപുരത്ത് വോട്ട് ചെയ്തു. അങ്ങനെ ഇരട്ട വോട്ടുകൾ വ്യാജമായി വോട്ടർ പട്ടികയിൽ ചേർക്കുന്നുണ്ടോ? ഈ കണക്കുകൾ പൊരുത്തമില്ല. കേരളത്തിൽ ജനിച്ചവരുടെ എണ്ണവും അതിൽ വോട്ടവകാശമുള്ള പ്രായപരിധിയിൽ പെടുന്നവരുടെ എണ്ണവും വോട്ടർ പട്ടികയിൽ പുതുതായി പേര് ചേർക്കാൻ വേണ്ടി കൊടുത്തവരുടെ എണ്ണവും തമ്മിൽ പൊരുത്തമില്ല. 2008-ലും 2007-ലും ജനിക്കുകയും 2026-ൽ 18 വയസ്സ് പൂർത്തിയാവുകയും ചെയ്തവർ അതിൻ്റെ കൂടെ ASTയിൽ കണ്ടെത്താൻ കഴിയാത്തവരുടെ എണ്ണം കൂടി ചേർത്താലും ഈ 40 ലക്ഷത്തിലേക്ക് എത്തുന്നില്ല. ഇത് സുതാര്യമായിട്ടല്ല ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെടുത്തുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനം നടത്തുന്നത്. ഇലക്ഷൻ കമ്മീഷൻ BLOമാർക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളുണ്ട്. ബൂത്ത് ലെവൽ ഓഫീസർമാർ അത് ബൂത്ത് ലെവൽ ഓഫീസർമാർക്ക് വെരിഫിക്കേഷന് വേണ്ടി അയക്കുന്ന എല്ലാ പേരുകളും ഫോറൻ നമ്പർ 6, 6A, 8 എന്നീ ഫോറങ്ങളിൽ വോട്ടർ പട്ടികയിൽ പേരുൾപ്പെടുത്താൻ വേണ്ടി കൊടുക്കുന്ന എല്ലാ ഫോമുകളും ബൂത്ത് ലെവൽ ഏജന്റന്മാർക്ക് പേരുകൾ നൽകണം. അത് പാലിക്കുന്നില്ല. ഇലക്ഷൻ കമ്മീഷൻ്റെ നിർദ്ദേശം തന്നെ പല ബൂത്ത് ലെവൽ ഓഫീസർമാരും പാലിക്കുന്നില്ല. ഇക്കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു പരാതി കൊടുത്തതിനെ തുടർന്ന് ഇലക്ഷൻ കമ്മീഷൻ ഒരു പ്രത്യേക സർക്കുലർ ഇറക്കി. അതിൽ പറയുന്നത് you are directed to inform the EROs bar BLOs to accept the form submitted by the BLA strictly in accordance with the provisions contained in the manual on election rolls. തെരഞ്ഞെടുപ്പിന് വേണ്ടി തയ്യാറാക്കുന്ന വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള അപേക്ഷകൾ രേഖകൾ സഹിതം BLOമാർക്ക് സമർപ്പിച്ചാൽ നിങ്ങളത് സ്വീകരിക്കണം. എന്നിട്ട് ഓൺലൈനായി അപേക്ഷിക്കണം. ഓൺലൈനായി ഓരോ വ്യക്തിയോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളോ ശേഖരിച്ച് അയക്കുമ്പോൾ കാലതാമസം ഉണ്ടാകുന്നത് കൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷന് ഇങ്ങനെയൊരു പരാതി നൽകിയത്. അതുപ്രകാരമാണ് നിർദ്ദേശം കൊടുത്തത്. പക്ഷേ ആ നിർദ്ദേശമനുസരിച്ച് BLOമാർ പലയിടങ്ങളിലും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ വേണ്ടിയുള്ള ഫോറങ്ങൾ വാങ്ങുകയോ ഇലക്ഷൻ കമ്മീഷൻ്റെ ആപ്പ് വഴി അയക്കുകയോ ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്യാതിരുന്നാൽ 30-നകം പുതുതായി വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെടുത്തേണ്ടവർക്ക് ഉൾപ്പെടുത്താൻ കഴിയില്ല. എന്നാൽ നിയമപരമായി വോട്ടവകാശത്തിന് അർഹതയില്ലാത്തവരുടെ വോട്ടുകൾ പട്ടികയിൽ ചേർക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കം നടക്കുകയും ചെയ്യുന്നു. കണ്ണൂർ ജില്ലയിൽ ചില അസംബ്ലി മണ്ഡലങ്ങളിൽ തളിപ്പറമ്പ്, അഴീക്കോട്, കണ്ണൂർ തുടങ്ങിയ അസംബ്ലി മണ്ഡലങ്ങളിൽ തൊട്ടടുത്ത മണ്ഡലങ്ങളിൽ നിന്നും
8-ാം നമ്പർ ഫോറത്തിൽ വോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ അസാധാരണമായ വിധം വർദ്ധിച്ചിട്ടുണ്ട്. ആയിരക്കണക്കിന് വോട്ടുകളാണ് അത്തരത്തിൽ വന്നത്. അത് BLOമാർ ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾക്ക് വെരിഫിക്കേഷന് മുമ്പ് കൊടുക്കുന്നില്ലെങ്കിൽ ഇതെല്ലാം അർഹതപ്പെട്ട വോട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് ഉൾപ്പെടുത്തിയാൽ അത് വ്യാജ വോട്ടർമാർ ചില മണ്ഡലങ്ങളിൽ തിരികെ കയറ്റുന്നതൊക്കെ കാര്യങ്ങളെത്തും. മാത്രമല്ല, പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞ മറ്റൊരു കാര്യം, തളിപ്പറമ്പ് മണ്ഡലത്തിലെ 204 MP ജയരാജനാണ് മാധ്യമങ്ങളെ കണ്ടത്. വോട്ടർ പട്ടികയിൽ വ്യാപകമായിട്ടുള്ള ക്രമക്കേടുണ്ട് എന്നുള്ള ആരോപണമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്.